UDF സ്ഥാനാർത്ഥി ഏറ്റവും പ്രിയങ്കരനായ എബിൻ വർക്കി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നു. നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഏറ്റവും പ്രിയങ്കരനായ എബിൻ വർക്കിയെ ഏറെ സ്നേഹത്തോടെ നിങ്ങൾക്ക് വേണ്ടി ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് നമ്മോട് സംസാരിക്കും. അതിനുശേഷം നാം ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ദയവായിട്ട് 2 വാക്ക് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട എബിൻ വർക്കിയെ സ്നേഹത്തോടെ ക്ഷണിക്കും. നിങ്ങൾ വന്ന് കാണുവാനും നിങ്ങളുടെ ആരാധനയിൽ സംബന്ധിക്കാനും സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഏതൊരു വിശ്വാസ സമൂഹത്തിൻ്റെയും അടിത്തറ എന്നാൽ അത് അചഞ്ചലമായ ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തിലുള്ള പ്രത്യാശയും ദൈവത്തിലുള്ള പ്രതീക്ഷയുമാണ്. പ്രിയപ്പെട്ടവരെ, പാസ്റ്റർ നടത്തുന്ന ഈ കൂട്ടായ്മ അത് ഒട്ടേറെ ആളുകൾക്ക് ഇവിടെ വിശ്വാസ പ്രഘോഷണങ്ങൾക്കപ്പുറമായി, വിശ്വാസത്തിലൂടെയുള്ള ഒരു കരുതലിനപ്പുറമായി ഒട്ടേറെ ചാരിറ്റി വർക്കുകൾ നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഒട്ടേറെ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള പല പ്രൊജക്റ്റുകളും പ്രിയപ്പെട്ട പാസ്റ്ററും നിങ്ങളെല്ലാവരും ചേർന്ന് നടത്തുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ നാടിൻ്റെ നിലനിൽപ്പ് തന്നെ ഇങ്ങനെയുള്ള വിശ്വാസ കൂട്ടായ്മകളാണ്. നമുക്ക് ഏവർക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ജീവിക്കുവാനും ഇങ്ങനെ വചനം പ്രഘോഷിക്കുവാനും നമ്മുടേതായ വിശ്വാസത്തിൽ ഊന്നി നമുക്ക് വഴി നടക്കാനും സാധിക്കുന്നത് ഈ രാജ്യത്ത് ഒരു മതേതരത്വമായ ഭരണഘടന ഉള്ളതുകൊണ്ടാണ്. ഭരണഘടനയിൽ വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആർട്ടിക്കിൾ 25 പറയുന്ന പ്രൊഫസ് എന്നൊരു വാക്കുണ്ട്. വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ്. ഭരണഘടനാ അസംബ്ലിയിൽ ഈ പ്രൊഫസ് എന്ന വാക്ക് എന്തിനാണ് വെച്ചത് എന്ന് ചോദിച്ചാൽ, ക്രൈസ്തവ സമൂഹത്തിന് എപ്പോഴും അവരുടെ വിശ്വാസം പ്രഘോഷിക്കാനാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പ്രൊഫസ് എന്ന വാക്ക് വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ രാജ്യത്ത് ഭരണഘടന ഉറപ്പ് നൽകിയ ഏതൊരു അവകാശവും ആര് ഹനിക്കാൻ ശ്രമിച്ചാലും ആ ഹനിക്കുന്നവർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നിങ്ങളോടൊപ്പം ഞങ്ങളെല്ലാവരും ഭരണഘടനയെ മുറുക്കി പിടിച്ചുണ്ടാകും എന്ന് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു ആറന്മുള നിയോജക മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഞാൻ കടന്നു വരുന്നത് നിങ്ങളെ ഒക്കെ പോലെ തന്നെ ഒരു ഇടത്തരം കുടുംബത്തിൽ നിന്നാണ്. ഞാനൊരു KSUവിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം ആരംഭിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെയും യുവജന പ്രവർത്തകനായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ പാർട്ടി ദൈവകൃപയാൽ ഒട്ടേറെ അവസരങ്ങൾ എനിക്ക് തരികയുണ്ടായി. ദേശീയ KSUവിൻ്റെ സെക്രട്ടറിയും ദേശീയ യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയും വരെ എത്താൻ എനിക്ക് സാധിച്ചു. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം പാർട്ടി തരുമ്പോൾ എനിക്ക് എൻ്റെ വോട്ടർമാരായ ഈ വിശ്വാസി സമൂഹത്തോടും പറയാനുള്ളത്, നിങ്ങൾ എനിക്കൊരു വോട്ട് തന്നതിൻ്റെ പേരിൽ ഒരു കാലഘട്ടത്തിലും ഒരു നാളിലും നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ട ഒരു അവസരം ഞാൻ ഉണ്ടാക്കില്ല എന്നൊരു ഉറപ്പ്, അത് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം കൈ അടയാളമാണ്. നിങ്ങളെല്ലാവരും എനിക്ക് വോട്ടുകൾ നൽകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ എന്നോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ പാർട്ടിയോടും ഒക്കെ ഒപ്പം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, ഒരു നിമിഷം എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. നമ്മുടെ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഈ വർഷം തീപാറുന്നൊരു മത്സരം നടക്കുക, ത്രികോണ മത്സരം നടക്കുക. നിങ്ങൾക്ക് അതിനെക്കുറിച്ചെല്ലാം ബോധ്യമുണ്ട്. നമ്മുടെ പടർന്നു കിടക്കുന്ന സഭകൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. പ്രാദേശിക സഭകളിലെല്ലാം നമുക്ക് നിരവധി സഭകളുണ്ട്. ഇതുപോലെയുള്ള നിരവധി കൂട്ടങ്ങളുണ്ട്. പ്രിയപ്പെട്ട എബിൻ വർക്കിയെ നിങ്ങൾ ഓർക്കണം. അദ്ദേഹത്തെ മറക്കരുത്. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, അദ്ദേഹം ജയിച്ചു വന്നാൽ നമ്മുടെ പ്രൊജക്റ്റുകളെല്ലാം താൻ ഉണ്ടാകും, ഇല്ലേ? MLA ആയിട്ട് തിരിച്ചുവിട വരും. ഒരു ക്ലാപ്പ് കൊടുത്ത നിങ്ങൾ. റൈറ്റ്. നമ്മൾ ഒരുമിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും ഈ 10,500 വരുന്ന ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് ഈ നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചേ. താതനെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് സ്തോത്രം. തമ്പുരാനെ, ആറന്മുള നിയോജക മണ്ഡലത്തിൽ
ഒരു വലിയ വിജയം ദൈവം കൽപ്പിക്കുന്നതിന് സ്തോത്രം. ഞങ്ങൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സകല അനുഗ്രഹം കൊണ്ട്, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിന്റെ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവ്വ അനുഗ്രഹത്താൽ, ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം മാറ്റുന്നതിന് നന്ദി. ഒരു വൻ വിജയം ദൈവം കൊടുക്കണം. ആദരിച്ച് അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇരുന്നാട്ടെ. താങ്ക് യു. നമ്മുടെ മാവേലിക്കര നിയോജക മണ്ഡലത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ഈ വർഷം മത്സരിക്കുന്ന പ്രിയപ്പെട്ട സഖാവ് നമ്മോട് കൂടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കുമല്ലോ. അദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കും. അതിനുശേഷം നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. തികഞ്ഞ കയ്യടിയോടുകൂടെ മാവേലിക്കര നിയോജക മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. 2 വാക്ക് നമ്മോട് കൂടെ സംസാരിക്കും. ഏറ്റവും ആദരണീയനായ പാസ്റ്റർ ബിനു വാഴമുട്ടം, അതോടൊപ്പം തന്നെ എന്നെ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്ന പ്രിയ സുഹൃത്ത് സിജോ, പാസ്റ്റർ എന്ന് ഞാനങ്ങ് പറഞ്ഞു, എനിക്ക് ജ്യേഷ്ഠ സഹോദരനെ പോലെ. ഇങ്ങനൊരു യോഗമായതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കുമ്പോൾ അങ്ങനെയാണല്ലോ പറയേണ്ടത്. കാരണം ഒരുപാട് സ്നേഹവും സഹായവും കരുതലും ചേർത്ത് പിടിക്കലുമെല്ലാം പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ്റെ നേതൃത്വത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഈ അവസരത്തിൽ പറയാൻ എനിക്ക് സാധിക്കും. എല്ലാ കാര്യങ്ങൾക്കകത്തും ആ ഒരു സ്നേഹവും കരുതലും ഉള്ളത് കൊണ്ടാണ് വലിയ നിലയിൽ കാര്യങ്ങൾ ചെയ്യാനും മുന്നോട്ട് പോകാനും സാധിച്ചിട്ടുള്ളത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തിലെ ഒരംഗമായി കാണാനും അതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്തു തന്നതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എന്നെ മാറ്റി തീർത്തത് എന്നുള്ള നന്ദിയും ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. വീണ്ടും ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അതെന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഓരോരുത്തർക്കും അറിയാം. 9-ാം തീയതിയാണ് എല്ലാവരും ആ ഒരു പ്രത്യേകമായ സന്ദർഭങ്ങളിലേക്ക് കടന്നു പോകുന്നത്. ഈ മുഖം മറക്കാതിരിക്കണം, സ്നേഹിക്കണം, ചേർത്ത് പിടിക്കണം. ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പിന്തുണയും അതിനനുസരിച്ച് തരണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. നിയമസഭയിലെ ശബ്ദമാകാം എന്നുള്ള നിലയിലേക്കാണ് പ്രിയപ്പെട്ട പാസ്റ്റർ എന്നോട് ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഒരുപക്ഷെ ഇപ്പോൾ സഭ എന്നുള്ള നിലയിൽ തന്നെ പറയാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കിയത് ഈ ഗവൺമെൻറ്റാണ് എന്ന് അഭിമാനത്തോടെ അതിൽ പ്രവർത്തിച്ചിട്ടുള്ള ജ്യേഷ്ഠ സഹോദരനും ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം അത്തരമൊരു ഇപ്പം നേരത്തെ ചിലപ്പോൾ ചിലയിടത്ത് എനിക്ക് സെമിത്തേരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ അല്ലേ ഒരുപാടുണ്ടായിട്ടുണ്ട്. അതെല്ലാം മറ്റ് സർട്ടിഫിക്കറ്റുകളുമൊക്കെയായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം. അപ്പം നമ്മളെ അംഗീകരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി നേരത്തെ സൂചിപ്പിച്ചിട്ട് ഉള്ളതുപോലെ അവകാശവാദങ്ങളൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാതെ ഇടപെടാതെ പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഏറ്റവും സ്നേഹത്തോടെ, നന്മയോടെ, കരുതലോടെ, ഒരു മയത്തോടെ, എങ്ങനെ വേണേലും പറയാം, ഒരു മയത്തോടെയൊക്കെ കടന്നു പോകുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരാണ് എനിക്ക് മുന്നിലിരിക്കുന്നത്. അവിടെയാണ് ഈ ഗവൺമെൻറ് ആരോടൊപ്പമാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ഗവൺമെൻറ് എല്ലാവരോടും ഒപ്പമാണ് എന്ന് ഉള്ളത് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും ഇതെല്ലാം ഭാവിയിൽ ഗുണകരമായി മാറും എന്നുള്ളതാണ് കാണുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ കടന്നു പോകുന്നില്ല. തീർച്ചയായും നിങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടായിരിക്കും. നേരത്തെ അങ്ങനെയായിരുന്നു, അത് തുടർന്നും ഉണ്ടാകും. ഒരു തുടർച്ച ഈ നാടിനകത്ത് ഉണ്ടാകുന്നതിന് നമുക്ക് ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഈ വർത്തമാനകാലത്ത് ചിലയിടങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ, അത് കേരളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ചിലയിടങ്ങളിൽ നമ്മുടെ പുസ്തകം ഉൾപ്പെടെ വല്ലാത്ത നിലയിലേക്ക് മോശപ്പെടുത്തുന്ന സാഹചര്യം കാണുകയാണ്. ഞാൻ അതിനൊന്നും തെളിച്ച് പറയുന്നില്ല, ഇങ്ങനെ തന്നെ പറയുമ്പോൾ മനസ്സിലാകുമെന്നുള്ളതാണ്. സത്യവേദ പുസ്തകം, ബൈബിളിനെ ഒക്കെ മറ്റു തരത്തിലേക്കൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. അപ്പം അതൊന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നത് തീർച്ചയായും നമ്മളെല്ലാം
ഒരു മനസ്സോടെ ഇപ്പോൾ എനിക്ക് സഹോദരൻ എന്നുള്ള നിലയിലേക്ക് പറയാൻ കഴിയുന്ന സാന്നിധ്യവും സ്നേഹവുമായി എല്ലാവരും നിൽക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായും അത് ഉണ്ടാകുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊരു മതനിരപേക്ഷമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന നാടാക്കി തന്നെ നിലനിർത്താൻ നമുക്ക് ബോധപൂർവം ഇടപെടൽ നടത്താം. മാവേലിക്കരയിൽ സ്ഥാനാർത്ഥിയായി വീണ്ടും നിൽക്കുകയാണ്. എല്ലാവരുടെയും പിന്തുണ കുടുംബത്തിലെ ഒരു അംഗമായി കണ്ട്, മകനായി, സഹോദരനായി, അല്ലെങ്കിൽ കൂടപ്പിറപ്പായി കണ്ട് എല്ലാവരും അരുൺകുമാറായി മാറണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം കുറച്ച് സമയം ഇരിക്കാൻ കഴിയുന്നൊരു സാഹചര്യം ഒരുക്കി തന്ന പ്രിയപ്പെട്ട പാസ്റ്ററിനോട് എല്ലാവിധമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു. ഒരു ഇടതടവുമില്ലാതെ വിളിച്ചുകൊണ്ടിരുന്ന സിജോ ചേട്ടനെ പ്രത്യേകമായി ഓർക്കുന്നു. കാരണം ഈ ഗുളിക കഴിക്കുമ്പം രാവിലെ വൈകുന്നേരം ഉച്ചയ്ക്ക് അല്ല, അങ്ങനെയല്ല, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഇത്തിരി കൂടിപ്പോയി. രാവിലെ തന്നെ 3-4 ഉച്ചയ്ക്ക്. അതെല്ലാം സ്നേഹമുള്ളത് കൊണ്ടാണ്. ആ സ്നേഹത്തിന് മുന്നിൽ ശിരസ്സ് നമിക്കുന്നു. എല്ലാവിധമായ നന്മകളും കിട്ടാൻ പ്രിയപ്പെട്ടവരുണ്ടാകണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, എനിക്ക് ഇങ്ങനൊരു വേദി തന്നതിലുള്ള നന്ദി കൂടി സൂചിപ്പിച്ചുകൊണ്ട്, സഹോദരനോടുള്ള പ്രത്യേകമായ സ്നേഹം നന്ദി പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി. പ്രിയരെ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഖാവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട അരുൺകുമാറിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾ പ്രയോജനപ്പെടുത്തുമ്പോൾ നിയമസഭയിൽ നമ്മുടെ ശബ്ദമായി മാറിയിട്ടുള്ള പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ടൊക്കെ ഏറ്റവും അടുത്ത പരിചയവും നിരവധി ആവർത്തികൾ അവിടെ കടന്നു പോകാനും നമ്മുടെ പെന്തക്കോസിനെ കുറിച്ച് സംസാരിക്കാനും സഭകളെക്കുറിച്ച് സംസാരിക്കാനും ഒക്കെ ഞങ്ങൾക്ക് തന്ന അവസരം അതൊരു അനുഗ്രഹമാണ്. നിങ്ങളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട കൂടപ്പറപ്പിന് വേണ്ടി നിങ്ങൾക്ക് കഴിയാവുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാൻ ഏറെ സ്നേഹത്തോടെ സഭയുടെ പ്രതിനിധി എന്ന വണ്ണം നിങ്ങളെ ഓർപ്പിക്കുന്നു. എല്ലാവരും ആ കരങ്ങളെ ഒന്ന് നീട്ടിപ്പിടിച്ച് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സമ്മതിദാനാവകാശം ഉപയോഗിക്കാം. ഏറ്റവും ബുദ്ധിപൂർവം, ഏറ്റവും മാന്യമായി അത് ഉപയോഗിക്കാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടതിന് വേണ്ടി എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാനെ, ചെറുപ്രായത്തിൽ തമ്പുരാൻ ഞങ്ങളുടെ പ്രിയ കൂടപ്പറപ്പിനെ ഈ ഇന്നലെ വരെ നിർത്തിയതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ വർഷം ഏറ്റവും അനുഗ്രഹമായി, ദൈവത്തിൻ്റെ കൃപയായി, ദൈവത്തിൻ്റെ അത്ഭുതമായി തീരാൻ ദൈവം സഹായിക്കണം. ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ ഒരു വലിയ ദൈവത്തിൻ്റെ പ്രവൃത്തി ഉണ്ടാകാൻ തമ്പുരാൻ ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സഭയായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു വലിയ വിജയം ഞങ്ങൾ കൽപ്പിക്കുന്നു. ദൈവം ആദരിക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഈ തിരക്കിൻ്റെ ഇടയിൽ വന്നതിന് ഒത്തിരി താങ്ക്സ്. ഇലക്ഷൻ കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് കാണും. ഐ പ്ലസ് ഒരു നല്ല ക്ലാപ്പ് കൊടുത്താട്ടോ നിങ്ങൾ. ശരി ശരി. നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി CP ജോൺ സാറ് ഈ സമയത്ത് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സെൻട്രൽ മണ്ഡലത്തിൽ മത്സരിക്കുന്നയാളാണ്. നമ്മുടെ സഭ ഉൾപ്പെട്ട് നിൽക്കുന്ന മണ്ഡലത്തിൽ മത്സരിക്കുന്നയാളാണ്. 2 വാക്ക് സംസാരിക്കാനായിട്ട് പ്രിയപ്പെട്ട CP ജോണിനെ ക്ഷണിക്കുന്നു. കരമടിച്ച് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാം. ദയവായി 2 വാക്ക് നമ്മോട് സംസാരിക്കും. ബഹുമാന്യനായ പാസ്റ്റർ ബിനു വാഴമുട്ടം, ഇവിടെ സന്നിധരായിട്ടുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, സ്നേഹിതന്മാരെ, ഞാൻ ആദ്യമായിട്ടാണ് ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത് എങ്കിലും ഈ ഇത്തരം പ്രാർത്ഥന ഗ്രൂപ്പുകളുമായും സഭകളുമായും ദീർഘകാലത്തെ ബന്ധം എനിക്കുണ്ട്. എപ്പോഴും ഒരു സന്ദേശം നൽകുക എന്നത് ഈ ഗ്രൂപ്പുകളുടെ, ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയാണ്. ഇവിടെ വന്ന് എൻ്റെ കയ്യിൽ ഈ കടലാസ് കിട്ടിയ ഉടനെ തന്നെ ഞാൻ വായിച്ചു. ദയവായി ശ്രദ്ധിക്കുക. ആ ദയവായി ശ്രദ്ധിക്കുക എന്നത് തന്നെ രസകരമായൊരു ഓർമ്മപ്പെടുത്തലാണ്. സ്നേഹിത, മരണം ഒന്നിനും പരിഹാരമല്ല. ആത്മഹത്യ ചെയ്യരുത്, അതാണ് അതിൻ്റെ സന്ദേശം. മറ്റുള്ള കാര്യങ്ങൾ ദൈവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ദൈവമുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ചും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, ഞാൻ ഓർക്കുകയാണ്, ഞാൻ പെട്ടെന്നൊരു ഞെട്ടലോടുകൂടിയാണ് ഇത് വായിച്ചത്.
പാസ്റ്റർക്ക് അറിയുമെന്നറിയില്ല, കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകളുടെ ശതമാനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ്. അപ്പം എങ്ങനെയാണ് പാസ്റ്റർ ആ ഒരു സന്ദേശം എടുത്തത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുകയാണ്. കാരണം നാടിൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. അതേപോലെ തന്നെ പെന്തക്കോസ്ത് സഭകളുമായിട്ട് ഒരു 30 വർഷത്തിലധികമുള്ള ബന്ധം എനിക്ക് തെക്കൻ കേരളത്തിലുണ്ട്. ഞാനൊരു പൂർണ്ണ സമയ രാഷ്ട്രീയ പ്രവർത്തകനാണ്. പക്ഷേ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് വളരെ പാവങ്ങളായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കാലഘട്ടത്തിൽ കഠിനമായ മദ്യപാനം, കാലത്തെണീറ്റാൽ തന്നെ മദ്യപിക്കുന്ന ഭർത്താവ്, കുട്ടികളെയും തൻ്റെ അച്ഛനെയും അമ്മയെയും ഒക്കെ പീഡിപ്പിക്കുന്ന ഒരു മകൻ, സ്വന്തം മക്കളെ പോലും കുത്തുകയും ചവിട്ടുകയും ചെയ്യുന്ന ഒരു അച്ഛൻ. പക്ഷെ ഞാൻ പല സന്ദർഭങ്ങളിലും കണ്ടിട്ടുണ്ട്, അവിടെ ഈ പ്രവർത്തനങ്ങൾ കടന്നു വരുമ്പോൾ അവർ അത്ഭുതകരമായി ഈ മദ്യപാനത്തിൽ നിന്നും മാറുന്നു. ഞാൻ നിങ്ങളുടെ സഭയിൽ നിന്നുമല്ല, പക്ഷെ എന്നോട് പലരും ഇത്തരം സഭകളെക്കുറിച്ച് വിമർശനാത്മകമായി പറയും. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് വിമർശനമൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി മദ്യപാനം നിർത്തി, എനിക്കത് മതി. അതൊരു പക്ഷെ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കും, വേറൊരു പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കും. മറ്റൊരു വ്യക്തി ഗുണ്ടായുസവുമായി നടന്ന ആള് അവനിപ്പോൾ ബൈബിളുമായിട്ടാണ് നടക്കുന്നത്. അത് മോശമാണോ? ഇന്ന് പല സ്ഥലത്തും ഞാൻ അന്വേഷിക്കാറുണ്ട്. ന്യൂ ഇയർ ഡേ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ന്യൂ ഇയറിൻ്റെ അന്ന് വലിയ സംഘർഷങ്ങളാണ്. ഒരു കാലത്ത് പാസ്റ്റർ ഇപ്പോൾ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ അടിയൊന്നും നടക്കാത്തത്? അത് സാറേ ഇപ്പം അവിടെ അടിക്കാനൊന്നും ആളില്ല, അവരൊക്കെ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുകയാണ്. ഞാനിത് പേര്, എനിക്ക് സ്ഥലത്തിൻ്റെ പേരെല്ലാം അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ നമ്മുടെ ഇന്ന ഒരു അടിക്കാരൻ ഒരാളുണ്ടല്ലോ, അവനിപ്പോൾ കീബോർഡാണ് വായിക്കുന്നത്. വലിയ കീബോർഡുകാരനാണ്. ഓ കണ്ടോ, ഞാൻ പറഞ്ഞ എന്താ പേര്? ഞാൻ പറഞ്ഞത് കറക്റ്റായത് വന്നില്ലേ? അപ്പം എനിക്കൊരു പ്രവചനവരം ഉണ്ടെന്ന് മനസ്സിലായോ? അതെ, ഞാൻ ആ സ്ഥലം തന്നെ ഉദ്ദേശിച്ചത്. അപ്പം ഇത് മോശമാണോ? അപ്പം ഇത് സഭകളെക്കുറിച്ച് ആളുകൾ വിമർശനം ഉന്നയിക്കുമ്പോൾ ഞാൻ പറയും, നമ്മുടെ പ്രസ്ഥാനങ്ങൾക്ക്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത സാമൂഹ്യ മാറ്റം അവരുണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണഫലം അനുഭവിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. കാരണം എൻ്റെ പാർട്ടിയിലെല്ലാം തൊഴിലാളികളാണ്. അപ്പോൾ അവരുടെ മദ്യപാനം, ഇനിയും നിങ്ങൾ ആത്മഹത്യയിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നു. എൻ്റെ എത്രയോ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾ, ഒരു വീട്ടിൽ ഒന്നിലധികം ആത്മഹത്യകളുണ്ടായി. ഒരാൾ ആത്മഹത്യ ചെയ്ത് ദേഷ്യത്തിന് വേറെ ആൾ ആത്മഹത്യ ചെയ്തു. ഇത് കേട്ടാൽ തോന്നും അയാൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. അയാൾ ആത്മഹത്യ ചെയ്തില്ലേ? എൻ്റെ ചേട്ടൻ ആത്മഹത്യ ഞാനും ചെയ്യും. എന്തിന്? അപ്പം ഇത് മാസ്റ്റർ, ഞാൻ വളരെ നന്ദി പറയുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായിട്ടല്ല നിങ്ങളോട് ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ ഒരു സ്ഥാനാർത്ഥിയാണ്, ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. എനിക്ക് കഴിയുന്ന എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. ഈ ഇത്തരം സന്ദേശങ്ങൾ പരത്തുന്ന ആളുകൾ ഈ രാജ്യത്ത് വെളിച്ചം പരത്തുന്ന ആളുകളാണ്, പ്രകാശം പരത്തുന്നവരാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നുള്ളൊരു കഥയുണ്ട്. ഇത് പ്രകാശം പരത്തുന്ന പ്രസ്ഥാനങ്ങളാണ്. നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ടാകണം, എന്നെ ജയിപ്പിക്കണം, എന്നെ സഹായിക്കണം. എൻ്റെ അടയാളം കപ്പലാണ്. അത് പാട്ടുകളിലുണ്ടല്ലോ അല്ലേ? തീരത്തണയാനായിട്ട്, ഒരു നല്ല തീരത്തണയാനായിട്ട് ഈ കപ്പൽ അടയാളത്തിൽ വോട്ട് ചെയ്യണം. എല്ലാവരും ഈ മണ്ഡലത്തിലുള്ളവരല്ലാന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവരും പറയണം. ഇത് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് ഈ തിരുവനന്തപുരം മണ്ഡലമാണ്. എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പ്രസംഗിക്കാനൊന്നും അല്ല വന്നത്. പക്ഷേ നിങ്ങളുടെ ആ പ്രവർത്തനം കണ്ടപ്പോൾ എനിക്ക് പ്രസംഗിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി. എനിക്കിതുപോലെ അവസരം ഈ ഇലക്ഷൻ കാലത്ത് നന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു. എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, നിങ്ങൾ
ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന്. അദ്ദേഹം അനുഭവത്തിൽ നിന്ന്, തൻ്റെ നീണ്ട വർഷങ്ങളിലെ പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും ജനങ്ങളോടുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നിന്നും നമ്മോട് സംസാരിച്ചതാണ്. മനുഷ്യനെ മാറ്റാൻ കഴിയുന്നത് സർവശക്തനായ ദൈവത്തിനാണ്. ഈ സെൻട്രൽ മണ്ഡലത്തിൽ താൻ മത്സരിക്കുമ്പോൾ ഏപ്രിൽ 9 നിങ്ങൾ വിധി എഴുതാൻ ചെല്ലുമ്പോൾ ഏറ്റവും വിവേകത്തോടെ നിങ്ങൾ ആ കാര്യങ്ങൾ നിർവഹിക്കുമെന്ന് എനിക്ക് വ്യക്തമായ ഉറപ്പുണ്ട്. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് നമ്മുടെ ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സർവശക്തനായ തമ്പുരാനെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുടുംബത്തെ സമർപ്പിക്കുന്നു. ഈ സെൻട്രൽ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ഞങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ഈ രാവിലെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ സകല അനുഗ്രഹങ്ങളും, ദൈവത്തിൻ്റെ ദയാകടാശവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൂടെ നിൽക്കണം. ദൈവം ആദരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു. ഐ ബ്ലസ് യു. നിങ്ങളിരുന്നാട്ടെ. താങ്ക് യു. താങ്ക് യു. ഈ പാസ്റ്ററെ കണ്ടപ്പോൾ ഒരു 30-20 വർഷമായിട്ട് പരിചയമുള്ള പോലെ തോന്നുന്നു. ഇന്ന് ആദ്യമായിട്ട് കാണുന്നു. ഇതാണ് കഴിവ് അല്ലേ? ഓക്കെ. പ്രിയ സ്നേഹിതരെ, നമ്മുടെ ആരാധന സമാപിക്കാറായ സമയത്ത് പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള കോവളം നിയോജക മണ്ഡലത്തിൽ ഈ വർഷം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന പ്രിയപ്പെട്ട MLA വിൻസെൻ്റ് MLA നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞു, സ്ഥാനാർത്ഥികൾ ഒരുപാട് ആളുകൾ നമുക്ക് ഇന്നും നാളെയും ഈ ഇലക്ഷൻ നടക്കുന്ന ആ സമയം വരെ മാവേലിക്കൽ തുടങ്ങിയാണ്. എല്ലാ ആളുകളും നമ്മുടെ കൂടെ വരുന്നുണ്ട്. നമ്മുടെ ദൗത്യമാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ കരങ്ങളെ, എനിക്ക് തോന്നുന്ന തൊട്ടപ്പുറത്ത് പാർട്ടിയുടെ പരിപാടി നടക്കുകയായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം താമസിച്ച്. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ട വിൻസെൻ്റ് MLA മുന്നോട്ട് കടന്നു വന്ന് നമ്മോട് 2 വാക്ക് സംസാരിക്കും. നമ്മൾ ചേർന്ന് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. കരമടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ പാസ്റ്റർ ബിനു വാഴമട്ടം, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഏറെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ യോഗങ്ങൾ മാനസിക സൗഖ്യം നൽകുന്ന ഇടങ്ങളാണ്. എന്നെ പ്രതി 1-ലധികം ആളുകൾ കൂടിയിരിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും എന്ന ദൈവവചനം പ്രാർത്ഥനകളെ കൂടുതൽ അന്വർത്ഥമാക്കുകയാണ്. ഈ ഓരോ കൂട്ടായ്മയിലൂടെ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലൂടെ ഒരുപാട് മാനസികമായ ഹീലിംഗ് നടക്കുന്നുണ്ട്. വിശ്വാസികൾക്ക്, രോഗികൾക്ക് ആശുപത്രി എങ്ങനെയോ അതുപോലെയാണ് വിശ്വാസികൾക്ക് ഈ പ്രാർത്ഥനാ കൂട്ടായ്മ. അങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഇപ്പോഴൊരു തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും തന്നെ ഞാൻ കടക്കുന്നില്ല. നിങ്ങൾക്ക് ഈ പ്രാർത്ഥനയുടെ സൗഖ്യം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചുല്ലസിക്കട്ടെ എന്നാണ്. യഥാർത്ഥത്തിലെ അന്വേഷകർ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും ഒടുവിലത്തെ. പലരും അന്വേഷിക്കുന്നത് ചിലപ്പോൾ കണ്ടെത്താൻ കഴിയില്ല. പലരും പാതി വഴിക്ക് അന്വേഷിച്ചു പോകും, പിന്നെ അന്വേഷിക്കുന്നൊന്ന് വരുത്തി തീർക്കും. ഇങ്ങനെയൊക്കെയുള്ള പല രീതിയും സ്വഭാവത്തിലുമുള്ള അന്വേഷണങ്ങളുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അന്വേഷിച്ച് കണ്ടെത്തുന്നവർ ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കും. ഏത് മതവിശ്വാസത്തിൽ പെടുന്നവരായത് ഹൈന്ദവരായിരുന്നാലും ഇസ്ലാം മതവിശ്വാസികളായിരുന്നാലും ക്രൈസ്തവ മതവിശ്വാസികളായിരുന്നാലും അവരുടെ വിശ്വാസങ്ങളിൽ യഥാർത്ഥ വിശ്വാസങ്ങളിലേക്ക് അവർ പോകണം. യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി അവർ മാറണം. അർത്ഥവിശ്വാസികളും കപടവിശ്വാസികളും ഒക്കെയായി പോകുന്നവരാണ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നത്.
യഥാർത്ഥ വിശ്വാസികളെ എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ്. അർത്ഥ കപട വിശ്വാസികളാണ് മറ്റ് വിശ്വാസങ്ങളെ തള്ളിപ്പറയുന്നത്. ഞാൻ അധികം സമയം എടുക്കുന്നില്ല പാസ്റ്റർ. എന്തായിരുന്നാലും ഇവിടെ വരാനും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയരെ, നമ്മൾ ഒരുമിച്ച് പ്രിയപ്പെട്ട പോലെ വിൻസെൻ്റ് എംഎൽഎക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ദയവായിട്ട് നിങ്ങൾ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്ന്, അദ്ദേഹം ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളെ ദൈവം ബലപ്പെടുത്തേണ്ടതിന്, കോവളത്തിൽ ഒരു ദൈവത്തിൻ്റെ, ഈ നിയോജക മണ്ഡലത്തിൽ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതിന് അദ്ദേഹം ഒരുപാട്, ഞാൻ VS അച്യുതാനന്ദനാണ് ആദ്യമായിട്ട് നിയമസഭയിൽ വേദപുസ്തകം ഉന്നയിക്കുന്നത് ഞാൻ വേദപുസ്തകത്തിൽ കണ്ടത്, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത്. നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്തതാണ്. അദ്ദേഹം KM മാണിക്കെതിരെ പറഞ്ഞു, KM മാണി എന്ത് സമ്പാദിച്ചാലും, ഒരു മനുഷ്യൻ എന്ത് നേടിയാലും സ്വർഗരാജ്യം അവകാശമാക്കണം. അങ്ങനെ വേദപുസ്തകം ആളുകൾ ഉദ്ധരിക്കുന്ന ഒരു കാലത്തിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. എല്ലാ ആളുകളും ആ കണ്ണുകളെ ഒന്ന് അടച്ച് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ഇലക്ഷൻ നടക്കുന്ന ആ ദിവസം ദൈവത്തിൻ്റെ കരം അനുകൂലമായി ചലിക്കേണ്ടതിന്, നമ്മുടെ പ്രിയപ്പെട്ടവരെ ദൈവം ആദരിക്കേണ്ടതിന്, നമ്മുടെ ഇവിടുത്തെ ഭരണസാധ്യം നയിക്കുന്ന ആളുകളുടെ മേൽ ദൈവത്തിൻ്റെ കരുതലും അത്ഭുതങ്ങളും ഉണ്ടാകേണ്ടതിന് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ചേ. താതനെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പ്രിയപ്പെട്ട MLAക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനപ്രതിയായി മത്സരിക്കുന്നു. താതൻ്റെ കരുതലും അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയും കൂടെ നൽകണം. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. നിങ്ങളിരുന്നാട്ടെ പ്ലീസ്. നമ്മുടെ പ്രിയപ്പെട്ട UDFന്റെ സ്ഥാനാർത്ഥി ചിടയൻകീഴ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന രമ്യ ഹരിദാസ് മുൻ NP ആണ്. അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റായിട്ട് നമുക്ക് വേണ്ടി പാർലമെന്റിൽ സംസാരിച്ചു കൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം ചിറകൻകീഴിൽ നിന്ന് ഈ വർഷം ജനവിധി തേടാനായിട്ട് പോകുകയാണ്. അദ്ദേഹം മനോഹരമായ പാട്ടുകാരിയാണ്, മനോഹരമായിട്ട് പാട്ട് പാടുന്നയാളാണ്. അദ്ദേഹത്തെ അദ്ദേഹത്തെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി കടന്നു ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ മറക്കരുത്, ചിറകൻകീഴിൽ ആണ് അദ്ദേഹം ഈ വർഷം സ്ഥാനാർത്ഥിത്വം വഹിക്കുന്നത്. നിശ്ചയമായിട്ടും നിങ്ങൾ അതിനുവേണ്ടി ഓർക്കുകയും തന്നെ നിങ്ങൾ ഓർക്കാൻ വേണ്ടി ഏറെ സ്നേഹത്തോടെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ പ്രിയപ്പെട്ട മുൻ NP രമ്യ ഹരിദാസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കരമടിച്ച് നിങ്ങളൊന്ന് സ്വാഗതം ചെയ്താട്ടെ. മുന്നോട്ട് കടന്നു വന്ന് 2 വാക്കുകൾ പറയും. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ദൗത്യമാണ് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് നിശ്ചയമായി നമ്മൾ പ്രിയപ്പെട്ട MPക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അദ്ദേഹം മനോഹരമായി പാട്ടുപാടുന്ന ആളാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ ഓർമ്മയുണ്ട്. നിശ്ചയമായിട്ടും അദ്ദേഹത്തിൻ്റെ നിങ്ങളുടെ വിലയേറിയ സംവിധാനം നിങ്ങൾ കൊടുക്കാനായിട്ട് ഏറെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊക്കെ വലിയ പിന്തുണയും പ്രാർത്ഥനയും ഒക്കെ നൽകിക്കൊണ്ടാണ് ഞാൻ ഉൾപ്പെടെ ജനസേവകരായി നാളിതുവരെ ഈ ഭൂമിയിൽ അമ്മമാർക്കും സഹോദരന്മാർക്കും സഹോദരിമാർക്കുമൊക്കെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാൻ സാധിച്ചത്. ഇനിയുള്ള നാളുകളിലും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും പിന്തുണയും കൂടെയുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നതിനും ആ അനുവാദത്തോട് ചോദിച്ച് ആ പ്രാർത്ഥന ചോദിച്ച് വാങ്ങുന്നതിന് വേണ്ടി കൂടിയാണ് കടന്നു വന്നത്. നമ്മളെല്ലാം വിശ്വാസികളാണ്. ഞാനും വിശ്വാസിയാണ്. അമ്മൂമ്മ പറയും, ഇന്ന് ജീവിച്ചിരിപ്പിൽ അമ്മൂമ്മ പറയും, സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കണം. നാമം ജപിച്ച് കഴിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ അമ്മൂമ്മ പറയുന്നൊരു കാര്യമുണ്ട്, അടുത്ത വീട്ടിലെ ആയിഷത്ത നിസ്കരിക്കാൻ പോവുകയാണ്, ബഹളമുണ്ടാക്കരുത്, ആ പ്രാർത്ഥനയ്ക്കുള്ള സൗകര്യം ഒരുക്കി കൊടുക്കണം. തൊട്ടടുത്ത വീട്ടിലെ അന്നമ്മച്ചേടത്തി കുരിശു വരയ്ക്കാൻ പോകുമ്പോഴും അമ്മൂമ്മ പറയുന്നത് അതേപോലെയാണ്. അവരുടെ പ്രാർത്ഥനയുടെ സമയമാണ്, ബഹളമുണ്ടാക്കരുത്. നമ്മൾ ജീവിക്കുന്നത് എല്ലാ വിശ്വാസികളുമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. സുന്ദരമായിരിക്കുന്ന ഭരണഘടന, ആ ഭരണഘടനയിൽ എല്ലാവർക്കും അനുഭവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരാളുടെയും സ്വാതന്ത്ര്യം വേദനിപ്പിക്കുന്ന രീതിയിൽ, ആ സ്വാതന്ത്ര്യം മുടക്കുന്ന രീതിയിൽ നമ്മൾ പെരുമാറരുത് എന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മൂമ്മ
ഞങ്ങളെയൊക്കെ വളർത്തിയത്. ആ അമ്മൂമ്മ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. നിങ്ങളോടൊപ്പം ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങൾ നിൽക്കുന്ന താമസ ഇടങ്ങളിൽ, നിങ്ങൾ പ്രവർത്തിക്കുന്ന ജോലി സ്ഥലങ്ങളിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വാക്കുകളുടെ ശുദ്ധിയുമൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഇവിടെ പ്രിയങ്കരനായ ഒരു ജ്യേഷ്ഠ സഹോദരൻ നിങ്ങളോട് സംവദിച്ചു കൊണ്ടിരിക്കുക. ആ സംവദിക്കുന്നതിനിടയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ 2026 9-ാം തീയതി, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ നിന്നും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ജനവിധി തേടുകയാണ്. കൈപ്പത്തിയാണ് എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം. കഠിനംകുളം ഉൾപ്പെടെ അങ്ങ് തീരദേശ മേഖല അഞ്ചുതെങ്ങ് ഉൾപ്പെടെ ചിറയിൻകീഴും അഴൂരും അതേപോലെ തന്നെ ഇങ്ങ് മംഗലപുരവും മുതാക്കലും ഒക്കെ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടുംബാംഗങ്ങളുടെയായ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും ഒക്കെ പിന്തുണ, പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണം. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൈപ്പത്തി അടയാളത്തിൽ വോട്ടുകൾ നൽകി നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ. അഭയം നൽകണേ. കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ. അഭയം നൽകണേ. എല്ലാം ദൈവത്തിൽ, ഈശ്വരനിൽ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരനായ നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് നടക്കുന്നതും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടുകൾക്കൊപ്പവും ചേർത്ത് നിർത്തുന്നത് മനുഷ്യനായി കണ്ടുകൊണ്ട്, എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് അവരെയെല്ലാം ചേർത്ത് നിർത്തണമെന്ന് ഞങ്ങൾക്ക് ജീവിതത്തിലൂടെ കാണിച്ചു തന്ന രാഹുൽജി മുന്നോട്ട് വെച്ച ആശയങ്ങൾക്കൊപ്പം ഒരുപാട് സാധാരണക്കാർ ജീവിക്കുന്ന ചിറയിൻകീഴിനെ ജനപ്രതിനിധിയായി വരാനുള്ള ഒരവസരം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടാകണം. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ വോട്ട് നൽകി ഒരു ജനപ്രതിനിധിയായി കടന്നു വന്നാൽ ആ വോട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരാളുടെ മുൻപിലും തലകുനിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതോടൊപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ മുകളിലിരുന്നൊരാൾ കാണുന്നുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി, ചിട്ടയോടുകൂടി നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്ന വീടുകളിലെ ഒരു സഹോദരിയായി, ഒരു മകളായി, അനുജത്തിയായി എന്നെ കാണണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട് അല്പനേരത്തേക്ക് എൻ്റെ വാക്കുകൾ കേൾക്കുന്നതിന്, നിങ്ങളുടെ മനസ്സിൽ ഇടം നൽകി കാതുകളെ എനിക്ക് സമ്മാനിച്ചതിന് ഹൃദയാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. പ്രിയരെ, നമ്മൾ പ്രിയപ്പെട്ട എം പിക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ചിറയിൻകീഴ് നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഈ വർഷം താൻ ജനവിധി നേടുന്നത്. നിങ്ങൾ നിശ്ചയമായി ഓർത്തിരിക്കണം, ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ അവിടെ കടന്നു ചെല്ലുമ്പോൾ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം നിങ്ങൾ ഏറ്റവും വിവേകത്തോടു കൂടെ ഉപയോഗിക്കാൻ വേണ്ടി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. തനിക്കൊരു വൻ വിജയം ദൈവം കൊടുക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. അതിനെ ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തെ ജനവിധി തേടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിയെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തമ്പുരാൻ തന്നെ ആദരിക്കണേ.
ഈ വർഷം ഒരു വൻ വിജയം ദൈവം കൊടുക്കണം. ആ മണ്ഡലത്തിലൊരു ദൈവത്തിൻ്റെ പ്രവൃത്തി, ജനഹൃദയത്തിൻ്റെ മനസ്സുകളെ തന്നിലേക്ക് തിരിക്കാൻ സർവശക്തനായ ദൈവത്തിന് തോന്നുന്ന പ്രസാദത്തിന്, ദൈവത്തിൻ്റെ കൃപയ്ക്ക് നന്ദി. തന്നെ ദൈവം ആദരിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മഹാസമ്മേളനം തന്നെ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ കാണുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെയും പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ തമ്പുരാൻ്റെ കാര്യത്തിൽ സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന ഇടുക്കി ജില്ലയ്ക്ക് വേണ്ടി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന പ്രിയപ്പെട്ട റോയ്ചാനെ ഞാൻ ഒരു വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. റോയ്ച ഒന്ന് വന്നാട്ടെ. റോയ്ചാന് വേണ്ടി ഒരു നല്ല ക്ലാപ്പ് നിങ്ങൾ കൊടുത്താട്ടെ. ഇടുക്കിയിലെ ജില്ലാ പ്രസിഡൻ്റായിരുന്നു, DCC പ്രസിഡൻ്റായിട്ട് സേവനം അനുഷ്ഠിച്ചുള്ള ആളാണ്. ഈ വർഷം നമ്മുടെ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതിദാനം അദ്ദേഹത്തിന് നിങ്ങൾ കൊടുക്കണം. നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ആളുകൾ നമ്മുടെ അടുത്തേക്ക് കടന്നു വരാറുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നിങ്ങൾ ഏറ്റവും ബുദ്ധിപരമായി നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനം നിങ്ങൾ പ്രയോജനപ്പെടണം. നമ്മൾക്ക് വേണ്ടി നമ്മളിൽ ഒരാളായി പാർലമെന്റിൽ സംസാരിക്കാൻ ഇവരുടെ കൈകളെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. ഈ നാട്ടിൽ ദൈവത്തിൻ്റെ രാജ്യവും ദൈവത്തിൻ്റെ ശക്തിയും ജനം ഒത്തൊരുമിച്ച് നിൽക്കേണ്ടതിന് പ്രിയപ്പെട്ട റോയ്ചാൻ്റെ കരങ്ങളെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 വാക്ക് പറയാൻ പ്രിയ റോയ്ചാനെ ക്ഷണിക്കുന്നു. ആദരണീയനായ പാസ്റ്റർ ബിനു വാഴമുട്ടം, ആദരണീയരായ മറ്റ് ബഹുമാന്യരുമായ പാസ്റ്റർമാർ, ഈ വലിയ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മച്ചിമാർ, അപ്പച്ചന്മാർ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്നേഹിതരെ, വലിയ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ ബിനു വാഴമുട്ടത്തെ പോലെയുള്ള ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ എന്നെ ഇവിടേക്ക് ക്ഷണിക്കാനും അദ്ദേഹത്തോടൊപ്പം ഇവിടെ നിന്നുകൊണ്ട് ഈ അസംബ്ലി മണ്ഡലത്തിലെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിങ്ങളോടൊരു വാക്ക് സംസാരിക്കാനുമുള്ള അവസരം നൽകിയതിലുള്ള നന്ദിയും കടപ്പാടും സ്നേഹവുമെല്ലാം ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് രേഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാ സഹായവും എനിക്കുണ്ടാകണം എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അതുമാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മുടെ ജില്ല, ഇടുക്കി ജില്ല, ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും വേദനകളുമൊക്കെ അനുഭവിക്കുന്ന ഒരു ജനത താമസിക്കുന്ന ഒരു നാടാണ്. ആ ജനതയുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളുമൊക്കെ അകറ്റാൻ വേണ്ടി ഒരു ഗവൺമെൻറ്റിനാൽ ആകാവുന്ന എല്ലാ സഹായങ്ങളും നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമാകാൻ UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ നിങ്ങൾ സഹായിക്കണം. അങ്ങനൊരു ഗവൺമെൻറ് ഈ നാട്ടിലുണ്ടാകണം. അതിന് തീർച്ചയായിട്ടും ഇടുക്കി നിയോജകമണ്ഡലത്തിൽ നിന്ന് UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നു. കൈപ്പത്തിയാണ് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നം. നിങ്ങളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങളാലാകുന്ന, നിങ്ങളറിയുന്ന മറ്റ് അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും സഹോദരങ്ങളുടെയും ഒക്കെ പിന്തുണയും എനിക്ക് ഉറപ്പാക്കി തന്ന് വലിയ വിജയത്തിന് വേണ്ടി നിങ്ങളുടെ സഹായം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട ബിനു പാസ്റ്റർക്കും മറ്റെല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ അകമഴിഞ്ഞ് നന്ദി കൂടി രേഖപ്പെടുത്തുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. പ്രിയരെ, 1 മിനിറ്റ് നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. നിങ്ങൾ 9-ാം തീയതി ഇലക്ഷന് ബൂത്തിൽ ചെല്ലുമ്പോൾ പ്രിയ റോയ്ചാനെ മറക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന നിങ്ങളുടെ സമ്മതിദാനം നിങ്ങൾ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കണം. അദ്ദേഹം പറഞ്ഞ വാക്ക് പോലെ അദ്ദേഹം പാസ്സായാൽ നമ്മോട് കൂടെ ഉണ്ടാവും. ഇല്ലേ റോയ്ച? നിശ്ചയമായിട്ട് നമ്മോട് കൂടെ ഉണ്ടാകും. 100% അദ്ദേഹം നമ്മോട് കൂടെ ഉണ്ടാകും. അസംബ്ലി മണ്ഡലത്തിൽ ഇടുക്കിക്ക് വേണ്ടി സംസാരിക്കാൻ, ഇടുക്കിയുടെ നാവായി തീരാൻ പ്രിയ റോയ്ചാനെ ദൈവം സഹായിക്കണം. അതിന് എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ച് 1 നിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രിയപ്പെട്ട റോയ്ചാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഇവിടെ നിന്ന് ജനവിധി തേടാൻ സർവശക്തനായ ദൈവം പ്രിയ റോയ്ചാനെ ഇടയാക്കുന്നതിനായി സ്തോത്രം.
അങ്ങയുടെ ദാസന് തമ്പുരാൻ നിശ്ചയിട്ടിട്ടുള്ള ദൈവത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എല്ലാം ജീവിതത്തിൽ ഉണ്ടാകാൻ ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം. തന്നോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ ജില്ലയിലുള്ള എല്ലാ ഭാരവാഹികൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. 9-ാം തീയതി നടക്കുന്ന കർത്താവെ ഇലക്ഷനിൽ തമ്പുരാന്റെ വലിയ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഉണ്ടാകാൻ ഞങ്ങൾ എലോഹിം സഭയായി ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ആ പ്രിയപ്പെട്ടവനെ അനുഗ്രഹിക്കുന്നു. തമ്പുരാന്റെ മഹത്വമുള്ള സാന്നിധ്യത്തിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. റോജ ഇടുക്കിയുടെ ശബ്ദമായി മാറട്ടെ. ഞങ്ങൾ കൂടെ ഉണ്ട്. ഐ ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു സോ മച്ച്. ദൈവം അനുഗ്രഹിക്കും. പോയി വന്നാട്ടെ. താങ്ക് യു. ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുണ്ട്. അവർക്ക് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും. ഞങ്ങൾ കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ശരി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചെങ്ങന്നൂർ നിയോജക മണ്ഡലത്തിൽ പ്രിയപ്പെട്ട സൈജാനെ എനിക്ക് പ്രത്യേകം നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ ശബ്ദമായി നിയമസഭയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന പ്രിയങ്കരനാണ് പ്രിയപ്പെട്ട സൈജാൻ. നമ്മളെല്ലാ ആളുകൾക്ക് വേണ്ടിയും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. മാവേലിക്കര തുടങ്ങി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥന ആരംഭിച്ചതാണ്. നമ്മുടെ പ്രിയങ്കരനായ സൈജാനെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഏറെ സ്നേഹത്തോടെ കരമടിച്ച് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ നിയോജക മണ്ഡലത്തിൽ തൻ്റെ കരങ്ങളെ നിങ്ങൾ ബലപ്പെടുത്തണം. കഴിഞ്ഞ വർഷങ്ങളിൽ താൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്ത് ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ തുല്യം നമ്മെ സ്നേഹിക്കുന്ന പ്രിയങ്കരനാണ് പ്രിയപ്പെട്ട സൈജാൻ. ഏതാവശ്യങ്ങൾ നമ്മൾ തന്നോട് വന്ന് പറഞ്ഞാലും ഏറ്റവും അനുഭാവപൂർവ്വം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ ആരും 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നിങ്ങൾ ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ മുഖം മുറക്കരുത് എന്ന് ഏറെ സ്നേഹത്തോടെ നിങ്ങളോടെല്ലാം ആവശ്യപ്പെടുന്നു. കർത്താവ് സഹായിക്കട്ടെ. ഒരുമിച്ച് നമ്മൾ സൈജാനെ ഞാൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എല്ലാ എൻ്റെ അനുജൻ പാസ്റ്റർ വിശദീകരിച്ചു കഴിഞ്ഞു. പെന്തക്കോസ്ത് സഭ ക്രൈസ്തവ സഭയായി അംഗീകരിക്കപ്പെട്ട മാസമാണ് ഈ മാസമെന്ന് അഭിമാനത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ്ത് സഭ ക്രൈസ്തവ സഭയുടെ അംഗീകാരം കിട്ടുമ്പോൾ ഇന്ന് വരെ ലഭിക്കാത്ത എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും ജനനം മുതൽ ശവസംസ്കാരം വരെ പെന്തക്കോസ്ത് വിശ്വാസികൾക്ക് ലഭ്യമാക്കുന്ന ഒരു തീരുമാനമാണ് പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ അവസാനത്തെ ക്യാബിനറ്റിൽ ഞങ്ങൾ എടുത്തത് എന്ന സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിലെങ്ങുമില്ലാത്ത സമാധാനത്തോട് പ്രാർത്ഥിക്കാനും വിശ്വസിക്കാനും പരസ്പരം എല്ലാവരുടെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കാനും കഴിയുന്ന ഏറ്റവും നല്ല ദൈവത്തിൻ്റെ നാടാണ് നമ്മുടെ കേരളം. അതിന് കാരണം 10 വർഷം ഈ കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടായില്ലെന്നതാണ്. 10 വർഷം എല്ലാവരെയും ചേർത്ത് പിടിച്ച കേരളം, ആ മാതൃക തുടരാനാണ് ഞങ്ങളെല്ലാവരും വീണ്ടും മത്സരിക്കുന്നത്. ചെങ്ങന്നൂരിൽ ഒരുപാട് വികസനങ്ങൾ, ഇന്ന് അഭിമാനത്തോടെ പറയുന്നു, വികസനം എത്തപ്പെടാത്ത ഒരു മുക്കും മൂലയും ചെങ്ങന്നൂരില്ല. നിങ്ങൾക്കെല്ലാം അത് നേർസാക്ഷ്യമാണ്. നിങ്ങളുടെ കണ്ണുകളിലൂടെ അത് കാണുന്നുണ്ട്. കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരവസരമാണ് ഈ തെരഞ്ഞെടുപ്പ്. അടുത്ത 5 വർഷം ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്പർ 1 മണ്ഡലമായി ചെങ്ങന്നൂർ മാറുമെന്ന് പറഞ്ഞു. അത് മാറാൻ ഉള്ള പ്രവർത്തനം നടത്തി. കേരളത്തിലെ ഒരു 5 മണ്ഡലം എടുത്താൽ അതിൽ 1-ാം സ്ഥാനത്തേക്ക് ചെങ്ങന്നൂരിൽ എത്തി എന്നത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇനിയുമുള്ള 5 വർഷം കൂടുതൽ ഉയർന്ന ഉന്നതമായ മേഖലകൾ നമുക്ക് പോകണം. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, അനുഗ്രഹിക്കണം. എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയരെ, നിങ്ങളെല്ലാം ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ട സൈജാന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ പെന്തക്കോസ്ത് സഭകളായി അംഗീകരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് സംസാരിക്കുമ്പോൾ, മുഖ്യമന്ത്രിയോട് സംസാരിക്കുമ്പോൾ ഏറെ അഭിമാനത്തോടാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നമുക്ക് വേണ്ടി ആ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നത്. അതിൻ്റെ പിൻപിൽ പ്രിയപ്പെട്ട സൈജാനും നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. താൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങൾ നമ്മുടെ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂര് നമ്മുടെ സഭ ഈ ദേശങ്ങളെല്ലാം
വ്യാപിച്ചു കിടക്കുന്നതാണ്. നമ്മുടെ സംഘടനകൾ ഈ ദേശത്തെല്ലാം ഉണ്ട്. എല്ലാ ദൈവമക്കളോടും, ഇവിടെ ഉള്ളവർ ഇല്ലാത്തവർ എല്ലാവരോടും ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർപ്പിക്കണം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രിയപ്പെട്ട സൈജാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. വാത്സല്യ പിതാവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സൈജാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഇലക്ഷന് അസാധാരണമായ ദൈവത്തിൻ്റെ ഒരു അത്ഭുതമുണ്ടാകാൻ ദൈവം ഇടയാക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചെങ്ങന്നൂര് ഒരത്ഭുത വിജയം അങ്ങയുടെ ദാസന് ദൈവം കൽപ്പിക്കുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. സഭയെ ഒരുമിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള എല്ലാ അത്ഭുതങ്ങൾക്ക്, ദൈവപ്രവർത്തികൾക്ക് നന്ദി പറഞ്ഞൊരു വലിയ വിജയം ഞങ്ങൾ ഒരുമിച്ച് കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സൈജ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. റൈറ്റ്, ദൈവം നിങ്ങൾ ഇരുന്നാട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. പ്രിയപ്പെട്ടവരെ, UDF സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ കൂടെ മത്സരിക്കുന്ന പ്രിയപ്പെട്ട പഴകുളം മധു നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹം 2 വാക്ക് സംസാരിക്കും. റാന്നിക്ക് വേണ്ടി അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളെ കരമടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വാഗതം ചെയ്യാം പ്ലീസ്. ഏറ്റവും പ്രിയങ്കരനായ ബിനു വാഴമുട്ടം പാസ്റ്റർ, ബഹുമാനപ്പെട്ട പാസ്റ്റേഴ്സ്, സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ പ്രതീക്ഷിക്കുകയാണ് റാന്നിയുടെ മക്കൾ ധാരാളമായി ഈ പ്രാർത്ഥനാ ഹാളിൽ ഉണ്ടാകുമെന്ന്. ഇല്ലേ? അപ്പം നിങ്ങളുടെ എല്ലാം അനുഗ്രഹം, നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന എന്നോടൊപ്പം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാനൊരു വിശ്വാസിയാണ്. ഞാൻ ക്രിസ്തീയ വിശ്വാസത്തിൽ വല്ലാതെ ആകർഷനായ ഒരു വ്യക്തിയാണ്. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ക്രിസ്തു യേശുവിൻ്റെ അത്ഭുതങ്ങൾ ഒരുപക്ഷെ ഞാനിവിടെ നിങ്ങളോട് മുമ്പിൽ പറയാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ലെങ്കിലും എനിക്ക് പലപ്പോഴും ആ അത്ഭുത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്ന് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞാനിപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് കരുത്തു പകരാൻ, എന്നെ സധൈര്യം മുൻപോട്ട് നയിക്കാൻ ശക്തി പകരും എന്ന് ഉറപ്പാണ്. പ്രിയങ്കരനായ ബിനു വാഴമുട്ടം പാസ്റ്റർ നിങ്ങൾക്ക് പകർന്നു തരുന്ന ആശ്വാസം, നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന കഠിനമായ പരിശ്രമങ്ങൾ, ആ പരിശ്രമങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ഇടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ നന്മ വരുത്താനും, ഏതെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ നിങ്ങൾ ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത്, ആ സങ്കടത്തിൽ നിന്നെല്ലാം നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ആ പ്രാർത്ഥനയുടെ ശക്തിക്ക് കഴിയും. പ്രാർത്ഥനയ്ക്ക് കഴിയുന്നതിനെ പോലെ മറ്റൊന്നിനും കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമ്മളെല്ലാം പ്രതിസന്ധികൾ നേരിടാറുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്, കഷ്ടതകളാൽ ഉഴരാറുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ പ്രതീക്ഷ നിർഭരമായ മനസ്സോടുകൂടി ഉയരങ്ങളിലേക്ക് നോക്കും. ഒരുപക്ഷെ നിങ്ങളുടെ മുമ്പിൽ ദൈവം അവൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ വേദനയും സങ്കടവും മാറ്റാനുള്ള ഉപായം ദൈവം നിങ്ങൾക്ക് പറഞ്ഞു തരും. അത് പ്രാർത്ഥനയുടെ ശക്തിയാണ്, പ്രാർത്ഥനയുടെ ബലമാണ്. എന്നാൽ പ്രാർത്ഥനയെയും ദൈവവിശ്വാസത്തെയും ശക്തമായി എതിർക്കുന്നവരുണ്ട്. പ്രാർത്ഥനയ്ക്കൊരു കാര്യവുമില്ല, പ്രാർത്ഥനയ്ക്കൊരു ലക്ഷ്യവുമില്ല. പ്രാർത്ഥന മനുഷ്യനെ വഴിതെറ്റിക്കുന്നതാണ്, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറയുന്നവരുണ്ട്. മനുഷ്യൻ ഈ ഇഹലോകത്തിൽ നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്നും അവനെ വിടുതൽ ചെയ്യിച്ച്, അവനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട്, അവൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും അവനെ മാറ്റി, നിനക്ക് ഈ ജീവിതത്തിന് ശേഷം മറ്റൊരു ജീവൻ ഉണ്ടെന്ന് അവനെ കളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരുണ്ട് ഇവിടെ ധാരാളമായി. പക്ഷെ നമ്മൾ വിശ്വാസികളാണ്. വിശ്വാസ സമൂഹം ഇന്ന് ഇന്ത്യയിൽ നേരിടുന്ന പ്രതിസന്ധികൾ നിങ്ങൾക്കറിയാം. നമ്മുടെ പാസ്റ്റർമാർ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നേരിടുന്ന പീഡനങ്ങൾ നിങ്ങൾക്കറിയാം. ജീവൻ പണയപ്പെടുത്തി സ്വന്തം കുടുംബത്തെ ഉപേക്ഷിച്ച് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ദൈവവേല ചെയ്ത് ദൈവവാക്യങ്ങൾ ഉച്ചരിച്ച് ആരെയും ഭയക്കാതെ ഒറ്റയ്ക്ക് ഏകനായി നടന്നു നീങ്ങുന്ന പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 10-15 വർഷക്കാലമായി അവരുടെ ജീവിതം പ്രയാസത്തിലാണ്, ദുരിതത്തിലാണ്. അവരുടെ കയ്യിലല്ല അവരുടെ ജീവിതം.
നമ്മളെ ഭരിക്കുന്ന ചില ആൾക്കാരുടെ കൈകളിലാണ് അവരുടെ ജീവിതം ഇരിക്കുന്നത്. ഈ ദുരവസ്ഥ നമ്മുടെ രാജ്യത്തിനുണ്ടായത് എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം. അതിനെല്ലാം ഒരു മാറ്റമുണ്ടാകണം. അതിനെല്ലാം എതിരായി പോരാടുന്ന ഒരു മനുഷ്യനുണ്ട് ഇവിടെ. നിങ്ങൾക്കറിയാം, അറിയാമല്ലോ, ഒരു മനുഷ്യൻ, ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. അത്ര കരുത്തനായ ശക്തനായ ഏത് പ്രതിസന്ധിയോടും, വർഗീയതയോട്, ഫാസിസത്തോട്, അധികാരത്തിന്റെ ഖഡ്ഗങ്ങളോട് ഏറ്റുമുട്ടാൻ കെൽപ്പുള്ള ഒരു അധികാരവും കയ്യിലില്ലെങ്കിലും നിർഭയനായി നടന്നു നീങ്ങാൻ കഴിവുള്ള ഒരാളുണ്ട്, ഇവിടെ ഉണ്ട്. അദ്ദേഹം മുന്നേ നടക്കുകയാണ്. അത് ഭാരത് ജോഡോയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ചേർന്നാൽ നമ്മുടെ വിശ്വാസത്തെ തൃണവൽഗണിക്കാൻ, ചവിട്ടിമെതിക്കാൻ പരിശ്രമിക്കുന്ന ശക്തികളെ നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും. അവർ ഇരുട്ടിന്റെ ശക്തികളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഈ കാലം വളരെ പ്രയാസപ്പെട്ടൊരു കാലമാണ്. റാന്നി അസംബ്ലി നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10-30 വർഷക്കാലമായി, പറയാമോ ഭാഷ, ഒരേ ഒരു വിഭാഗമാണ് അവിടെ MLA ആയി വരുന്നത്. പക്ഷേ റാന്നിക്കാർക്കറിയാം, നല്ലൊരു ആശുപത്രി ഉണ്ടോ, നല്ലൊരു കോളേജ് ഉണ്ടോ, എന്തെങ്കിലും കാര്യമുണ്ടോ, നമ്മുടെ 10 ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സംരംഭമുണ്ടോ? ഒന്നുമില്ല. ഇതിനൊരു മാറ്റം വേണം. എന്നെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ ദൈവദാസന് മുമ്പിൽ നിന്ന് അദ്ദേഹത്തെ തൊടുമ്പോൾ എനിക്കും അതിൻ്റെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അത് തൊടുത്ത് സംസാരിക്കുമ്പോൾ ഞാനത് ഉറപ്പിച്ചു പറയുന്നു, അതിനൊരു മാറ്റമുണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ റാന്നിയിലേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് റാന്നിയിൽ. ഞാൻ കഴിഞ്ഞ ആഴ്ച സ്ഥാനാർത്ഥിയായി വന്നു, പ്രവർത്തനം തുടങ്ങാൻ പോവുകയാണ്. ഇന്നൊരു വികസന സെമിനാർ റാന്നിയിൽ നടക്കുകയാണ്. റാന്നിക്ക് എന്താണ് ആവശ്യം, റാന്നിയിലെ കുഞ്ഞുങ്ങൾക്ക് എന്ത് വേണം. ഹയർ സെക്കൻഡറി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഒരു കോളേജേ ഉള്ളൂ, റാന്നി സെന്റ് തോമസ് കോളേജ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിദേശത്തേക്ക് പോവുകയാണ്. കിടപ്പാടം പണയപ്പെടുത്തി 30-40 ലക്ഷം കടമെടുത്ത് ഇവിടെ ജീവിക്കാൻ സൗകര്യമില്ലാതെ പുറത്തേക്ക് പോകുന്നു. ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടാവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ബുദ്ധി മുഴുവൻ വിദേശത്തേക്ക് പോവുകയാണ്. നമുക്ക് വേണ്ടത് ബ്രെയിൻ ഡ്രെയിൻ അല്ല, നമുക്ക് വേണ്ടത് ബ്രെയിൻ ഗെയിൻ ആണ്. നമ്മുടെ തലച്ചോറുകളെ നമുക്ക് വീണ്ടെടുക്കണം. അതിന് ഉതകുന്ന വിധത്തിലുള്ളൊരു വികസന സംസ്കാരം നമ്മുടെ നാട്ടിലുണ്ടാകണം. MLA ആയി വിജയിച്ചാൽ ഞാൻ ബിനു പാസ്റ്ററോട് പറയുന്നു, സഭയുടെ ഏത് ആവശ്യത്തിനും, സഭാ മക്കളുടെ ഏത് പ്രശ്നത്തിനും ഞാൻ അതിശക്തമായ നിലപാട് സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഏത് ന്യായമായ ആവശ്യങ്ങൾക്കും വേണ്ടി നിലകൊള്ളാനും നിലപാടെടുക്കാനും എനിക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല. ഞാനൊരു കടുത്ത മതേതര വിശ്വാസിയാണ്. എല്ലാ മതങ്ങളോടും ആദരവുണ്ട്. ഒരു മതം മാത്രം മതി എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, മനുഷ്യരുടെ സ്വർഗത്തിലല്ല, ദൈവത്തിന്റെ സ്വർഗത്തിലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മുടെ നാടിനെ ഇനിയും മാറണം, നല്ല പുരോഗതി ഉണ്ടാകണം. അത് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഓർക്കണം, എൻ്റെ നാമം കൂടി ഉച്ചരിക്കണം. അത് നിങ്ങൾ ചെയ്താൽ നിശ്ചയമായും ഞാൻ വിജയശ്രീലാളിതനായി പുറത്തു വരും. പുറത്തു വന്നാൽ ഞാൻ നേരെ ഇങ്ങോട്ട് വരും. ബിനു പാസ്റ്റർ, വാഴവട്ടം പാസ്റ്ററിന്റെ ഈ പ്രാർത്ഥനാ ഹാളിലേക്ക് ഞാൻ വരും. നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തും. അതിന് ദൈവം തമ്പുരാൻ എന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എന്നുമെന്നും ഏറ്റവും ഐശ്വര്യം, ഏറ്റവും സമാധാനം, സമ്പൽ സമൃദ്ധി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ല ഭാവി, നല്ല സ്വഭാവ മഹിമ എല്ലാം ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെയും നിങ്ങളെയും ഒരേപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പ്രിയരെ, ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് തന്നെ. പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നാം ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ്. പ്രിയരെ, അദ്ദേഹം പറഞ്ഞ നല്ല വാക്കുകളുണ്ട്. റാന്നിക്കൊരു വികസനം വേണം. കരുത്തനായൊരു സ്ഥാനാർത്ഥിയാണ് താൻ. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള സ്നേഹിതരാണ്. ഏത് ആവശ്യത്തിനും അപ്രോച്ച് ചെയ്യാൻ നമ്മോട് കൂടെ നിൽക്കുന്ന ഒരാളാണ്. നമുക്ക് റാന്നിയിൽ സഭയുണ്ട്, എരുമേലിയിൽ സഭയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും അതിൽ പ്രിയപ്പെട്ട ചേട്ടൻ പറഞ്ഞതുപോലെ മാക്സിമം നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം. അദ്ദേഹം MLA ആയാൽ ഇവിടെ വരും, നമ്മുടെ അടുത്ത. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോകുക. നിങ്ങൾ ആ കരം ഒന്ന് നീട്ടിപ്പിടിച്ചേ. അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ദൈവം ശക്തി കൊടുക്കണം. അതിനുവേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും റാന്നിക്ക് ഒരു വികസനം ഉണ്ടാകേണ്ടതിന്, കേരളത്തിൽ നിയമസഭയിൽ നമ്മുടെ ശബ്ദമായി തീരേണ്ടതിന്, ദൈവം തനിക്ക് ബലം കൊടുക്കേണ്ടതിന് എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച്, പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. തമ്പുരാനെ, ഒട്ടും ശുഭകരമല്ലാത്തൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, അപ്രതീക്ഷിതമായ ദൈവത്തിൻ്റെ വിജയങ്ങൾ സർവശക്തനായ ദൈവം കൽപ്പിക്കുന്നതിന് നന്ദി പറയുക. അവിടുത്തെ ജനമനസ്സുകളോട് ദൈവം ഇടപെടണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സംവിധാനം ഉപയോഗിക്കുന്ന പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം ആദരിച്ച് അനുഗ്രഹിക്കുന്നതിന് നന്ദി. ആദരിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. വന്നതിന് താങ്ക്സ്. ദൈവം അനുഗ്രഹിക്കും. ആമേൻ. ആമേൻ. നമ്മൾ ഒരുമിച്ച് കാണും. താങ്ക് യു. ശരി, താങ്ക് യു. നമ്മുടെ എല്ലാ പ്രവർത്തനത്തിനും നമ്മോട് കൂടെ വരുന്ന പ്രിയപ്പെട്ട ജനീഷ് കുമാർ MLA, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമ്മോട് കൂടെ, നമ്മുടെ ഒരാളായിട്ട് നമ്മോട് കൂടെ കടന്നു വരുന്ന ആളാണ്. നിയമസഭയിൽ നമ്മുടെ ശബ്ദമായി നമ്മൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രിയപ്പെട്ട ഏറ്റവും ചെറുപ്പക്കാരനായ പ്രിയപ്പെട്ട MLA. അദ്ദേഹം 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. കരമടിച്ച് അദ്ദേഹത്തെ ഒന്ന് സ്വീകരിച്ചു. ഏറ്റവും സ്നേഹമുള്ള, എന്നെ സഹോദര തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റർ, മറ്റ് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ, ബഹുമാന്യരെ, പെന്തക്കോസ്ത് സമൂഹം, ഞാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ ഘട്ടത്തിലും ഒരു കുടുംബ അംഗത്തിന് നൽകുന്ന സ്നേഹമാണ് എല്ലാ ഘട്ടത്തിലും എനിക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ മീറ്റിങ്ങിൽ ഇങ്ങനെയൊരവസരം എനിക്ക് ഈ സമൂഹം നൽകുന്നത്. പ്രത്യേകിച്ച് ബിനു പാസ്റ്ററുമായിട്ടുള്ള ബന്ധം, ബിനു വാഴമുട്ട പാസ്റ്ററുടെ ഒരു വലിയ കരുതൽ, സ്നേഹം എനിക്ക് എല്ലാ സമയത്തും നൽകാറുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ നൽകുന്ന പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും കരുതലിനും എല്ലാം നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും നിങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും എല്ലാം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവരോടും അപേക്ഷിക്കുന്നു. എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ പ്രിയപ്പെട്ട MLAക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 9-ാം തീയതി നിങ്ങൾ നിയമസഭാ ഇലക്ഷന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ, നിങ്ങൾക്കറിയാം, നമ്മൾ ഓരോ സമയത്തും പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ എല്ലാ കോന്നിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തനത്തിലും MLA നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഏത് കാര്യം നമ്മൾ ചെന്ന് പറഞ്ഞാലും നമുക്ക് വേണ്ടി വളരെ അനുഭാവപൂർവ്വം നമ്മുടെ കൂടെ നിന്ന പ്രിയപ്പെട്ട സഹോദരതുല്യമായി നമ്മൾ സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കുകയാണ്. 9-ാം തീയതി നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ സമ്മതിദാനം നിങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തി കോന്നിയിൽ ഒരു വിജയമുണ്ടാകാൻ ഞാൻ നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് ചേർന്നൊന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവമക്കളും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. താതനെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 5 വർഷങ്ങൾ കോന്നി നിയോജക മണ്ഡലത്തിൽ നിന്ന് കർത്താവെ നോമിനേറ്റ് ചെയ്യപ്പെടാൻ ദൈവം ഇടയാക്കിയതിന് സ്തോത്രം. ഈ വർഷവും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും കർത്താവെ ആ സ്ഥലത്തുണ്ടാകാൻ ദൈവം ഇടയാക്കണം. നിന്റെ മകനെ ആദരിക്കണം. ഞങ്ങൾ ഒരുമിച്ച് സഭയായി ഓൺലൈനിൽ കാണുന്നവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി, അത്ഭുതങ്ങൾ ഉണ്ടാകാൻ ദൈവം ഇടയാക്കുന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. തിരക്കുള്ളത് കൊണ്ട് അദ്ദേഹം കടന്നു പോകുകയാണ്. ദൈവം അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. നിങ്ങളിരുന്നാട്ടെ. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു.